ഒത്തിരിയധികം താങ്ക്സ് നന്ദി പറയേണ്ടത് നമ്മുടെ കേരള പോലീസിനാണ്. കാരണം പ്രത്യേകിച്ച് ദേവികുളം പോലീസ്, നമ്മുടെ ദേവികുളം പോലീസ് എസ്കോട്ട് പോലെ കൊണ്ടുവന്ന് നമുക്ക് ആക്കി തന്നു. അപ്പൊ അവരും പറയുന്നത് ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് വരുന്നവരുടെ പൈസ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇനി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം കുണ്ടളം ഡാം വരെ ട്രിപ്പ്. ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴേ അപ്പോൾ തന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് 2 വർഷം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ചുമ്മാ ഫേസ്ബുക്കിലൊന്ന് നോട്ടായിട്ട് കുറിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് വേണ്ട പിന്നെ അത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇനി അത് വിട്ട് കളഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ആ വീഡിയോയിൽ പറയുന്നത് അവരെ നമ്മൾ പോലീസുകാർ കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിട്ടുന്ന്. ഞാൻ എസ്കോട്ട് നമുക്ക് എന്തിനാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് എന്തിനാണ് എസ്കോട്ട്? നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതല്ലേ? പിന്നെ അതിനെന്തിനാണ് പ്രത്യേകിച്ചൊരു ഇത് ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതിപ്പോൾ ഒന്നാമത്തെ സംഭവം എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളൊരു ഏകദേശം ഒരു 10 വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകളെയും കൊണ്ട് നമ്മൾ മൂന്നാർ പോയതാണ്. മാട്ടുപ്പെട്ടി ചെല്ലുന്ന സമയത്ത് ഈ ഓരോ 2 എക്കോ പോയിന്റുകൾക്കുള്ളിലും ഇവർ ക്യാമറയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ അന്നുകൊണ്ടല്ലോ ക്യാമറ ഫോട്ടോ എടുക്കണം പറഞ്ഞ് ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ഇത്രയും കണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെയും വന്നിട്ട് പുറകിൽ നിന്ന് വന്നിട്ട് ശല്യം ചെയ്തപ്പോൾ എടുക്കണമെന്നല്ല അവരെന്തോ ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു. കാരണം അത്രയും ശല്യം ചെയ്ത് പെണ്ണുങ്ങളുടെ പുറകെ കടന്ന് ശല്യം ചെയ്തപ്പോൾ കൂടുതലുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് പേര് ബോട്ടിങ്ങിന് പോയിരുന്നു. ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത് കണ്ട് അവിടെ നിൽക്കുന്നു. തിരിഞ്ഞ് നോക്കുമ്പോൾ നടക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കിട്ട് ഇതെല്ലാം കൂടെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഈ മക്കളെ തല്ലുന്ന കാണുമ്പോൾ അമ്മമാർ സ്ത്രീകൾ കയറി വട്ടം പിടിക്കത്തില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പോലും റാണിയില്ലാത്തൊരു അമ്മയുടെ അന്ന് നെറ്റിക്കിട്ടിടിച്ചിട്ട് നെറ്റിയിൽ ഒരു മുഴ വന്നു. അതെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? ഇത് ഈ ആക്രമിച്ച കൂടുതലുണ്ടായിരുന്ന കുട്ടികൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. നമ്മളെന്നിട്ടത് കാരണം സ്ത്രീകളെ ആക്രമിക്കുമ്പോൾ കൂടുതലുള്ള ആണുങ്ങൾ അനങ്ങാതെ നിൽക്കത്തില്ല. എന്നിട്ട് അത് കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അതിനുള്ള പോലീസ് ഇതിനു മുമ്പ് ഇതിനും ഒരു ഗസ്റ്റുകളെ കൊണ്ട് വന്ന ഒരു യൂട്യൂബർ അല്ല ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്. അതിന് നടപടി അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മളും ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി. അവരപ്പോൾ തന്നെ പോയി ആളുകളെ അവരെ കണ്ടുപിടിച്ച് അതുകൊണ്ടൊന്നും നമ്മൾ കേസ് എഴുതി കൊടുത്തു. പക്ഷേ ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതിനുള്ള നടപടി സ്വീകരിക്കുന്ന കണ്ടപ്പോണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മളും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് അന്ന് ശരിക്കും ടെൻഷനായിപ്പോയി നമുക്ക് ഇത് ചെയ്യുന്ന കണ്ടിട്ട്. കാരണം പക്ഷെ നമുക്കത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് പോരാൻ ഞങ്ങൾ തീരുമാനിക്കുന്നതിന് കാരണം നാളെ വരുന്ന ആളുകൾക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കേസും കാര്യങ്ങളും നമുക്ക് ആ കേസ് ആക്കരുതെന്ന് പറയാൻ വിത്തിൻ സെക്കൻഡ് അവിടെ ആളുകൾ റെക്കമെൻഡേഷനായിട്ട് വന്നു കഴിഞ്ഞു. പുറത്ത് വന്ന ആളുകൾ കാവൽ നിൽക്കുകയാണ് ഈ പ്രശ്നം ആക്കരുത് അത് കേസാക്കരുതെന്ന് പറഞ്ഞ് എടുക്കാനായിട്ട്. അങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ഇപ്പോൾ എത്ര ഗസ്റ്റുകൾ ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും താമസിക്കുന്നത് ഇതിപ്പം ബംഗാളി വന്നാലും ആസാമിൽ നിന്ന് വന്നാലും തമിഴ്നാട്ടിൽ നിന്ന് വന്നാലും ഇതെല്ലാം 1 മാസം കഴിയുമ്പോൾ നമ്മുടെയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആളുകളായിട്ടാണ് കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്നത്. ശരിക്കും ഞങ്ങളൊക്കെ പൊതുവിൽ മലയാളികൾ പറയും ഈ തമിഴ് ആളുകൾക്ക് മലയാളീസ് എല്ലാവരോടും പുറത്തുനിന്ന് ചെല്ലുന്ന ആളുകളോട് ഒരു ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം മൂന്നാറിലുള്ള ഉണ്ടായിരിക്കും ഇല്ലയെന്നല്ല പറയുന്നത്. ഒരു 99% ആളുകൾക്കും ആ ഒരു നേരത്തെ പറയുമായിരുന്ന ആ ഒരു മര്യാദ ഇപ്പം ഈ ഗസ്റ്റുകൾ വന്നിട്ടും ഗസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മര്യാദയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹമോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല. ഇതിപ്പോൾ എൻ്റെ തലയെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിത് പ്രശ്നമുള്ള കേസല്ല. കാരണം ഇത് ഇനി വരുന്ന ആളുകൾക്ക് മൂന്നാർ ഒരു വലിയ ഭീകരമായ ഒരു ഗുണ്ടാകേന്ദ്രമാണെന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഇവർ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? എത്ര ആളുകൾ അത് ആ ഒരു ഇത് വെച്ചിട്ട് ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് നിൽക്കണ്ടേ? ഇപ്പോൾ അതിൻ്റെ അതിർത്തി തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ആളുകളാണെന്ന് വെച്ചിട്ട് എന്താണ്? അവരും ഈ ആളുകളെ കൊണ്ട് തന്നെയല്ലേ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തമിഴ്നാട് കാണാൻ പോകുന്നുണ്ട്. തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര സ്ഥലത്ത് കാണാനായിട്ട് എത്രയോ ഗസ്റ്റുകൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയാണോ പെരുമാറുന്നത്? കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള കർണാടക എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുന്നുണ്ട്. എല്ലാവരോടും അങ്ങനെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ കാര്യം എന്താവും? എത്ര ആളുകൾ അത് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്? പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയൊക്കെ കഴിഞ്ഞ ദിവസം ആ സംഭവത്തിൽ വളരെ അനാവശ്യമായ രീതിയിൽ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നതിന് ഇതിപ്പോൾ ശരി തമിഴ്നാടിൻ്റെ അതിർത്തിയാണെന്നിരിക്കട്ടെ. വിജയ് സാർ ചിലപ്പം ഇപ്പോൾ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയാത്തത്. സാറിൻ്റെ ശ്രദ്ധയിലൊക്കെ ഇത് ആളുകൾ എത്തിക്കും. എത്തിക്കണമല്ലോ. കാരണം ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇങ്ങനെയൊന്നും ഇവിടെയുള്ള ആളുകളൊന്നും എല്ലാവരുമായിട്ട് യോജിച്ച് തന്നെയാണ് കേരളത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഗസ്റ്റുകളെ അടുത്ത് ഇതേപോലെയുള്ള അക്രമ സ്വഭാവം കാണിക്കുക എന്ത് വയലൻ്റായിട്ടാണ് സ്ത്രീകളുടെയൊക്കെ ആ തലയ്ക്ക് അടിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും തലയ്ക്കോ മറ്റോ നിങ്ങൾ വീട് കണ്ടവർക്കറിയാം തലയ്ക്ക് അടിക്കുന്നൊക്കെ രീതിയിൽ ആ വണ്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഞാൻ പറയാം നമ്മുടെ തൊട്ടടുത്ത് 2 മൈൽ ഭാഗത്തൊക്കെ ഇവിടുന്ന് അടുത്തുള്ള സ്ഥലമാണ് 2 മൈൽ. അവിടേക്കൊന്നും പുറത്തുനിന്ന് ഒരാൾക്കും കച്ചവടം ചെയ്യാനായിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കില്ല. എല്ലാവരും കൂടി വട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത്. അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ എല്ലാവരും ഒരു സമൂഹമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനങ്ങളെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെ എന്താ അക്രമ സ്വഭാവം വളർത്തിക്കൊണ്ട് വന്നാൽ ടൂറിസം വികസിക്കുകയും ചെയ്യണം.
അതുകൊണ്ട് ആളുകൾക്ക് ജീവിക്കുകയും ചെയ്യണം. പിന്നെ വരുന്ന ഗസ്റ്റുകളെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് അത് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാണെന്നുള്ളൊരു ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടായല്ലോ, ഇതിന് മുമ്പ് അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ മൂന്നാറിൽ നിന്ന് ഇവിടുന്ന് വരുന്ന ഗസ്റ്റുകളെ നിങ്ങൾ അവിടെ മൂന്നാറിൽ വന്നാൽ ഉപദ്രവിക്കുകയാണല്ലോ എന്നൊക്കെ രീതിയിലാണ് അവരൊക്കെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ധാരണ. അത് ശരിയായ ഒരു കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. അതിന് വേണ്ടുന്ന എന്താ വെച്ചാൽ അതിൻ്റെ ഭരണാധികാരികൾ, ആ പ്രദേശത്തുള്ള ഭരണാധികാരികളും അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ഉള്ള ആളുകളൊക്കെ കൂടി അതിൻ്റെ ഒരു ഇങ്ങനെ തുടർന്നുള്ള അക്രമ സ്വഭാവം അങ്ങനെയുള്ള ഇല്ലാതാക്കാൻ. അത് വരുന്ന ഗസ്റ്റുകളും വരും. ഇതിന് മുമ്പ് ഒരു 2 മൈൽ ഇതിന് മുമ്പ് അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം അത് അവരുടെ ഭാഗത്തായിരിക്കണം. എല്ലാം നമ്മൾ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഗസ്റ്റുകൾ വരുന്നവർക്കും ഒരു മര്യാദ വേണം. ഗസ്റ്റുകൾ വരുന്നവരാണെങ്കിലും ചില സമയത്ത് യാതൊരു വകതിരിവില്ലാത്ത രീതിയിൽ ഗസ്റ്റുകളും വരുന്നുണ്ട്. അതില്ലാന്നും നമ്മൾ പറയുന്നില്ല. കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അടുത്തും മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം പക്ഷേ ഇത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. മിസ്റ്റേക്ക് വരുന്ന ഭാഗത്തുനിന്ന് അതിനുള്ള എന്തെങ്കിലും പോലീസുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ അക്രമ സ്വഭാവം വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസം വളരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നതേ എത്ര വന്നാലും ഒറ്റ രാജ്യം തന്നെയാണ്. അല്ലാണ്ട് അതിനകത്ത് ഭാഷയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലായി ഈ വേർതിരിവുകൾ ഉണ്ടായിട്ടുള്ളൂ. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക.